ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൈസ് റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ പേര് അരുൺകുമാർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? വിച്ച് ഡിജിറ്റ് വിൽ അപ്പിയർ ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 4? നമ്പർ 4ൻ്റെ ഓപ്പോസിറ്റ് ഏത് നമ്പറാണ് വരുന്നതെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് രണ്ട് ഡൈസിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ രണ്ട് ഡൈസിൻ്റെ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? 3 2 കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ 3 എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസിൽ നമ്മൾ നമ്പർ നോക്കുക. അടുത്ത എത്രയാണ് വരും? 1. അത് കഴിഞ്ഞിട്ട് 2. അതേപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് ക്ലോക്ക് വൈസിൽ നോക്കാം. 3 കഴിഞ്ഞിട്ട് ഏതാണ് വരിക? 5. 5 കഴിഞ്ഞിട്ട് 6. ഇപ്പം ഇങ്ങനെ കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1ഉം 5ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ 2ഉം 6ഉം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം 3ൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും വരിക? 4 അല്ലേ ബാക്കിയുള്ളൂ നമുക്ക്. അത് 6 നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക? 4. അപ്പോൾ 4ൻ്റെ ഓപ്പോസിറ്റ് 3 തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 4ൻ്റെ ഓപ്പോസിറ്റാണ്. 4ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 3. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 2 പൊസിഷൻസ് ഓഫ് എ ഡൈ ആർ ഗിവൺ. ഡൈസിൻ്റെ 2 പൊസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വിച്ച് നമ്പർ വിൽ അപ്പിയർ ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് വിത്ത് നമ്പർ 5. നമ്പർ 5ൻ്റെ ഓപ്പോസിറ്റ് ഏത് നമ്പറാണ് വരുന്നതെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ 2 ഡൈസ് നോക്കുമ്പോൾ കാണാം 3 2 കോമൺ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 3 2 കോമൺ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിൽ നമുക്ക് നമ്പർ എഴുതി നോക്കാം. 3 5 1. അതേപോലെ തന്നെ രണ്ടാമത്തെ ഡൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 6 2. അപ്പോൾ ഏതൊക്കെ നമ്പറാണ് ഓപ്പോസിറ്റ് വരുന്നത്? 5ഉം 6ഉം ഓപ്പോസിറ്റ് ആണ്. 1ഉം 2ഉം ഓപ്പോസിറ്റ് ആണ്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് 5ൻ്റെ ഓപ്പോസിറ്റ് ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 6. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ് നമുക്കിതൊക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വിച്ച് നമ്പർ ഈസ് ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു 6? 6ൻ്റെ ഓപ്പോസിറ്റ് ഏത് നമ്പറാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ഡൈസ് തന്നിട്ടുണ്ട്? 4 ഡൈസിൻ്റെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഡൈസിലും ഉണ്ട് 6, രണ്ടാമത്തെ ഡൈസിലും ഉണ്ട് 6, മൂന്നാമത്തെ ഡൈസിലും ഉണ്ടല്ലോ. നമുക്ക് 6ൻ്റെ ഓപ്പോസിറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ 3 കോമ്പിനേഷനും കൂടെ നോക്കുമ്പം 6ൻ്റെ അടുത്തുള്ള നമ്പറൊക്കെ കിട്ടും, ഓപ്പോസിറ്റ് ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്കത് നോക്കാം. 6ൻ്റെ ഓപ്പോസിറ്റ് അടുത്തുള്ള നമ്പർ ഏതൊക്കെയാണ് വരുന്നത്? അതായത് ഓപ്പോസിറ്റ് അല്ലാത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടുന്ന്. ആദ്യത്തെ ഡൈസ് നോക്കുകയാണെങ്കിൽ 2 ഓപ്പോസിറ്റ് ആയിരിക്കൂല, 3 ഓപ്പോസിറ്റ് ആയിരിക്കൂല. രണ്ടാമത്തെ ഡൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 നമ്മൾ ഓൾറെഡി നോക്കി. പിന്നെ 4 ഓപ്പോസിറ്റ് ആയിരിക്കൂല. അതൊക്കെ സൈഡിലുള്ള ഡിജിറ്റ് ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് നോക്കുമ്പം 5, 4 ഓൾറെഡി നമ്മൾ നോക്കിയല്ലോ. അപ്പം 5ഉം ഓപ്പോസിറ്റ് ആയിരിക്കൂല. അപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് പിന്നെ വരാൻ ചാൻസ് ഏതാണുള്ളത്? 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല. അപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? 1 മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ 6ൻ്റെ ഓപ്പോസിറ്റ് 1. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹൗ മെനി ഡോട്ട്സ് ലൈസ് ഓപ്പോസിറ്റ് ടു ദി ഫേസ് ഹാവിങ് 3 ഡോട്ട്സ്? 3 ഡോട്ടിൻ്റെ ഓപ്പോസിറ്റ് എത്ര ഡോട്ടാണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്കൊരു ഡൈസ് കംപ്ലീറ്റ് ആയിട്ട് തരുമല്ല ചെയ്തത്, അത് അൺഫോൾഡ് ചെയ്തിട്ട് തരുവാണ് ചെയ്തത്. ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഫേസ് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. 1 ഇടവിട്ടിട്ടുള്ളത് നമ്മൾ നോക്കുക, 1 ഇടവിട്ടുള്ള ഫേസ് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇതും മൂന്നാമത്തെ ഇതും ഓപ്പോസിറ്റ് ആയിരിക്കും.
അതേപോലെ തന്നെ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് മൂന്നാമത്തെയും ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ ഈ നടുക്ക് വരുന്ന രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 3 ഡോട്ടിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 3 ഡോട്ടിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? ഇവിടെ 6 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പം 6. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ പോലെ ഒരു അൺഫോൾഡഡ് ആയിട്ടുള്ളൊരു ഡൈസാണ് തന്നിട്ടുള്ളത്. ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും, അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ഫേസ് എന്തായാലും അടുത്ത് വരില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാലോ. പിന്നെ അൺഫോൾഡഡിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ മൂന്നാമത്തെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റത്തെ മൂന്നാമത്തെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നടുക്ക് വരുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ അറിയാം, ഓൾറെഡി നമ്മൾ നോക്കി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം ഓരോ ഓപ്ഷനായിട്ട്. ഇത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വരുമോ നോക്കണം. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് സ്പേസ് രണ്ടും ഓപ്പോസിറ്റ് അല്ല, അത് രണ്ടും അടുത്ത് വന്നതിൻ്റെ കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയൊരു സ്ക്വയർ ഇല്ലേ, ആ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്, അതും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഫോൾഡ് ചെയ്ത് അങ്ങനെ വരും ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. രണ്ടാമത്തെ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗം വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ചെറിയ സ്ക്വയർ ഉള്ളതും വരുന്നുണ്ട്. അപ്പം അത് രണ്ടും ഓപ്പോസിറ്റ് ഉള്ളതാണല്ലോ, നമുക്കിവിടെ കണ്ടുപിടിച്ച് വെച്ചതാണ് നമ്മൾ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ ഒരു ബ്ലാങ്ക് സ്പേസ് വരുന്നുണ്ട്. ബ്ലാങ്ക് സ്പേസിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് സ്ക്വയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു ബ്ലാങ്ക് സ്പേസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് എടുക്കാം. ഇത് നമുക്ക് റോങ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ മൂന്നാമത്തെയും കറക്റ്റാണ്. നാലാമത്തെ നോക്കുമ്പോൾ വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് തല തിരിച്ച് വെച്ച പോലെ ഉണ്ട്. ഷെയ്ഡഡും വരുന്നുണ്ട്, ചെറിയ സ്ക്വയറുള്ള ഭാഗവും വരുന്നുണ്ട്. അപ്പോൾ നാലാമത്തെയും കറക്റ്റ് അല്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം ആണ് കറക്റ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫൈനൽ ആൻസർ ഓപ്ഷൻ സി. ഇവിടെ കാണിച്ചിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.